കൊടുങ്കാറ്റ് ആഞ്ഞടിക്കാൻ തുടങ്ങി. അതിൻ്റെ ഉഗ്രപ്രകമ്പനം പ്രകൃതിയെ മാത്രമല്ല മനുഷ്യ മനസ്സുകളെയും ഭയപ്പെടുത്തി. ആകാശത്തേക്ക് ഈറിമുറിച്ചുകൊണ്ട് പാഞ്ഞുപോയ കൊള്ളിയാനുകൾ മൃഗങ്ങളെ തലങ്ങും വിലങ്ങും ഓടിപ്പിക്കാൻ മാത്രം ഉഗ്രരൂപികളായിരുന്നു. ജന്മം കൊണ്ട് തന്നെ സ്വാർത്ഥനും ക്രൂരനുമായിരുന്നിട്ടുകൂടി മിസ്റ്റർ എഡ്ഗാർ കാസ്വാളിനെ പോലും അത് മ്ലാനചിത്തനാക്കി. മിമ സാൾട്ടിൻ്റെ അവസ്ഥയും അങ്ങനെ തന്നെയായിരുന്നു. ജന്മം കൊണ്ട് തന്നെ സർപ്പജീവിയായിരുന്ന ലേഡി ആരബല്ലയെപ്പോലും പ്രകൃതിയുടെ കലിതുള്ളൽ ഭയപ്പെടുത്തിയെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. എഡ്ഗാർ കാസ്വാൾ ഇരിപ്പിടത്തിലിരുന്നു കൊണ്ട് തന്നെ തലതിരിച്ച് മിമയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞെങ്കിലും അയാൾ അതേ ഭാവത്തിൽ തന്നെ തുടർന്നു. കാസ്ട്രാറഗിസ് കൊട്ടാരത്തിന്റെ പരിസരങ്ങളിൽ തന്നെ ഉറഞ്ഞു തുള്ളുന്ന പ്രകൃതിയുടെ രൂപഭാവങ്ങൾ നന്നായി കാണാനാവും വിധം ഒരു കസേര വലിച്ചിട്ട് മിമ അതിലിരുന്നു. കഴിഞ്ഞുപോയ ഏതൊരു ദിവസത്തേക്കാളും കൂടുതൽ അവൾ ഉല്ലാസവതിയായിട്ടാണ് കാണപ്പെട്ടത്. ഈ സമയം ലേഡി ആരവല്ലയാകട്ടെ തുറന്നു കിടന്നിരുന്ന വാതിലിനും അപ്പുറത്ത് തന്റെ സാന്നിധ്യം ആരും അറിയരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മറഞ്ഞു നിൽക്കാനുള്ള തത്രപ്പാടിലുമായിരുന്നു. കൊടുങ്കാറ്റിന്റെ പ്രഭവകേന്ദ്രം കൂടുതൽ അടുത്തടുത്ത് വരാൻ തുടങ്ങി. കറുത്തിരണ്ട മഴമേഘങ്ങൾ പ്രകൃതിയെ ഇരുൾ പുതപ്പിച്ചു. ഇതുവരെ ദർശിച്ചതിനേക്കാളും ശക്തമായ ഒരു കൊടുങ്കാറ്റ് വരാനിരിക്കുന്നതേയുള്ളൂവെന്ന് പ്രകൃതി തന്നെ മുന്നറിയിപ്പ് നൽകുന്നത് പോലെയാണ് തോന്നിയത്. പ്രകൃതി പിന്നെയും പിന്നെയും മാറാൻ തുടങ്ങിയപ്പോൾ മിസ്റ്റർ എഡ്ഗാർ കാസ്വാളിന്റെ ശാന്ത സ്വഭാവത്തിനും മാറ്റം വന്നു തുടങ്ങി. അയാൾ മിമയുടെ നേരെ രൂക്ഷമായ ഒരു നോട്ടം അയച്ചു. എന്ത് ക്രൂരതയും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കാസ്വാൾ എത്തിച്ചേർന്നിരുന്നു. വരുംവരായികളെക്കുറിച്ചുള്ള വിവേകബുദ്ധി അപ്പോഴേക്കും അയാളിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞിരുന്നു. അയാളുടെ തലച്ചോറിൽ ആ നിമിഷമുണ്ടായിരുന്നത് മിമയുടെ രൂപം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ ഇപ്പോഴത്തെ ഇര അവൾ ആയിരിക്കണമെന്നും അയാൾ ആ നിമിഷം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. എന്നാൽ ലേഡി ആരബല്ല അവിടെ ഉണ്ടെന്ന കാര്യം അപ്പോഴും മിസ്റ്റർ കാസ്വാൾ തിരിച്ചറിഞ്ഞിരുന്നില്ല. ഇവിടെ ഈ കൊട്ടാരത്തിൻ്റെ ഗോപുരത്തിനുള്ളിൽ തികച്ചും വന്യമായ ഈ പ്രകൃതിയിൽ ഇപ്പോൾ താനും അവളും മാത്രമേയുള്ളൂന്നും അങ്ങനെയൊരു സാഹചര്യത്തിൽ താൻ എന്തു ചെയ്താലും മറ്റാരും അറിയാൻ പോകുന്നില്ലെന്നും അയാൾ ഉറപ്പിച്ചിരുന്നു. അത്തരമൊരു ചിന്ത അയാളെ ഭ്രാന്തമായൊരവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുപോയിരുന്നു. മിസ്റ്റർ എഡ്ഗാർ കാസ്വാളിന്റെ സ്വഭാവ പ്രകൃതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന മാറ്റങ്ങളെ ജാഗ്രതയോടെ വീക്ഷിച്ചിരുന്ന മിമയാകട്ടെ ഏത് സാഹചര്യത്തെ നേരിടാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു കഴിഞ്ഞിരുന്നു. കാസ്വാളിന്റെ മുഖത്ത് മിന്നിമറയുന്ന ക്രൂരമായ ഭാവങ്ങളും അയാളുടെ ഭ്രാന്തമായ വിക്രിയകളും കണ്ടപ്പോൾ അവളുടെ ഉള്ളം ഒന്ന് കിടുങ്ങിയെന്നതും ശരിതന്നെയാണ്. മിസ്റ്റർ കാസ്വാൾ ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് ഗോപുരത്തിനു മുകളിലേക്കുള്ള ഗോവണിപ്പടിയിലൂടെ പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ട് ആജ്ഞാസ്വരത്തിൽ ഗർജിച്ചു. നീ അടുത്തു വാ, നീ എനിക്കുള്ളതാണ്. അയാളുടെ വാക്കുകൾ അറപ്പും വെറുപ്പും കലർന്ന ഒന്നായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. അവൾ അയാൾക്ക് പുറംതിരിഞ്ഞു നിന്നു. ജീവിതത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഇത്തരം വൃത്തികെട്ട വാക്കുകൾ അവൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല. എന്തിന്? അവൾ സകല ശക്തിയും സംഭരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ എന്തിനാണ് നിങ്ങളുടെ അരികിലേക്ക് വരേണ്ടത്? അവൾ വീണ്ടും ചോദിച്ചു. എനിക്ക് നിന്നെ വേണം. നീ എന്നോടൊപ്പം ഗോപുരമേൽക്കൂരയിലേക്ക് വരണം. അവിടെ എൻ്റെ ഭീമൻ പട്ടത്തിൻ്റെ വിക്രികൾ കാണാം. എനിക്ക് ചില പരീക്ഷണങ്ങൾ കൂടി നടത്താനുണ്ട്. അത് നിനക്ക് സന്തോഷകരമായ കാര്യമല്ലെങ്കിലും നിന്റെ ജീവിതത്തിൽ അതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. ഈ ലോകത്തൊരിടത്തും നീ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ കണ്ട് നിനക്ക് സന്തോഷിക്കാനാവും. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം വരാം. ഇത്രയും പറഞ്ഞിട്ട് അവൾ ധൈര്യപൂർവ്വം കാസ്വാൾ നിന്നിരുന്ന ഗോവണിപ്പടിയിലേക്ക് അയാളുടെ പിന്നിലായി ചെന്നു നിന്നു. എന്നാൽ അത്തരമൊരു പ്രവൃത്തിയെ അവൾ ഒരിക്കലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല. പുറത്തെ പ്രകൃതിയാകട്ടെ അതിൻ്റെ വന്യമായ ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നു. കൊടുങ്കാറ്റ് ആഞ്ഞു വീശാൻ തയ്യാറായി കാത്തു നിൽക്കുന്നു. ഇവിടം തികച്ചും വിജനവും ഏകാന്തവുമായൊരു സ്ഥലവുമാണ്. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു നിമിഷം പോലും നിൽക്കാൻ അവൾ ആഗ്രഹിച്ചില്ല. ഇതേ അവസരത്തിൽ തന്നെ മറ്റൊന്നുകൂടി പറയാനുള്ളത് കാസ്വാളിനെ അവൾ തെല്ലും ഭയപ്പെട്ടിരുന്നില്ല എന്നതാണ്. എഡ്ഗാർ കാസ്വാൾ എന്ന ഈ മനുഷ്യനെ 2 പ്രാവശ്യം തന്റെ മനോധൈര്യം ഒന്നുകൊണ്ട് മാത്രം പരാജയപ്പെടുത്താനായതിൻ്റെ ആത്മവിശ്വാസം അവൾക്ക് ഉൾപ്രേരണയായി കൂടെയുണ്ടായിരുന്നു. മാത്രവുമല്ല, അല്പം മുൻപ് വരെ കാസ്വാളിൽ പ്രകടമായിരുന്ന വന്യമായ പ്രകൃതം പെട്ടെന്ന് തന്നെ ഇല്ലാതാവുകയും ചെയ്തിരിക്കുന്നുവെന്ന് അവൾ മനസ്സിലാക്കി. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് മുതൽ തന്നെ അയാൾ സ്വബോധമുള്ള ഒരു നല്ല മനുഷ്യനെ പോലെയാണ് പെരുമാറുന്നത്. അതിനാൽ ഇനി താൻ അതിരുവിട്ട് കാസ്വാളിനെ ഭയപ്പെടേണ്ടതില്ലെന്നും അവൾ തീരുമാനിച്ചിരുന്നു. ഇങ്ങനെ ഓരോന്നും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് ഗോവണിപ്പടികൾ ചവിട്ടിക്കയറാനായി കാസ്വാൾ നീട്ടിയ കൈയിലേക്ക് അവൾ മുറുകെ പിടിച്ചത്. തികച്ചും കുലീനത നിറഞ്ഞ തരത്തിലായിരുന്നു അപ്പോൾ അവളുടെ പെരുമാറ്റം. ഈ സമയത്തെല്ലാം വാതിലിന് പിന്നിൽ മറഞ്ഞു നിന്നിരുന്ന ലേഡി ആരബല്ല അവരുടെ എല്ലാ സംഭാഷണങ്ങളും സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്നു. ആ സംഭാഷണങ്ങൾ അവരെ കൊണ്ടുചെന്നെത്തിച്ചത് മറ്റു ചില നിഗമനങ്ങളിലേക്കാണ്. ഇക്കാലമത്രയും കൊടിയ ശത്രുക്കളെ പോലെ പരസ്പരം കീറിമുറിച്ചിരുന്ന 2 മനുഷ്യർ ഇതാ ഈ നിമിഷം മുതൽ വലിയ മിത്രങ്ങളായിരിക്കുന്നു. അതോർത്തപ്പോൾ അവരുടെ അന്തരംഗം ഒരു ഈറ്റപ്പുലിയുടെ ശൗര്യത്തോടെ വിറയ്ക്കാൻ തുടങ്ങി. അവരുടെ ആവക പെരുമാറ്റം തികച്ചും സ്വാഭാവികമായിരുന്നു. തൻ്റെ എല്ലാ പദ്ധതികളും തട്ടിമറിച്ചുകൊണ്ട് അവിടെ കഥാ മിമ സാൾട്ടൻ കടന്നു വരുന്നുവെന്ന് ഓർത്തപ്പോൾ അവർക്ക് സഹിക്കാനായില്ല. കാസ്ട്രാറഗിസിലെ കാസ്വാളിന് മറ്റൊരവകാശി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അയാൾ തനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. കാസ്വാളിന്റെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള സ്നേഹപ്രകടനങ്ങൾ ആർക്കു നേരെ ഉണ്ടായാലും താനത് സഹിക്കുകയില്ല. ഗോപുരത്തിന്റെ മുകളിലേക്ക് കാസ്വാൾ മിമയെ ക്ഷണിച്ചതും
മിമ സംശയലേശമന്യേ ഉടനടി ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തത് അവരെ രോഷാകുലയാക്കി. അവരുടെ കോപം അതിൻ്റെ എല്ലാ സീമകളും ലംഘിച്ചു. ഇത്രയും ഏകാന്തവും വിജനവുമായ ഒരിടത്ത് വെച്ച് സംഭവിക്കാൻ സാധ്യതയുള്ള അപകടത്തിൻ്റെ ആഴത്തെക്കുറിച്ചൊന്നും കലിപൂണ്ടു നിന്ന ആരബെല്ല തരിമ്പും ബോധവതിയായിരുന്നില്ല. എന്തു തന്നെ സംഭവിച്ചാലും താനതിനെ സധൈര്യം നേരിടുമെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു. ഇപ്രകാരം തീരുമാനിച്ചുകൊണ്ട് പൂച്ചയെപ്പോലെ പതുങ്ങി ലേഡി ആരബെല്ല ഗോവണിപ്പടികൾ ചവിട്ടിക്കയറി മുകളിലെത്തി. അപ്പോഴേക്കും കൊടുങ്കാറ്റ് വീശി തുടങ്ങിയിരുന്നു. തണുത്ത കാറ്റ് ശരീരത്തിലേക്ക് തുളച്ചു കയറി. ശക്തമായ കാറ്റിൽ ഗോപുരത്തിന്റെ കൊടിമരം ഒരു പുൽക്കൊടി പോലെ ആടിക്കളിച്ചു. കാറ്റിന്റെ ഭീതിപ്പെടുത്തുന്ന ഹുങ്കാര ശബ്ദം കൊട്ടാരത്തിനു ചുറ്റും വലിയ പ്രതിധ്വനികൾ സൃഷ്ടിച്ചു. ആകാശത്തിന്റെ അനന്തതയിൽ നീന്തിക്കളിച്ചിരുന്ന പട്ടത്തെ ഭൂമിയുമായി ബന്ധിച്ചിരുന്ന ചരട് കൊടുങ്കാറ്റിൽപ്പെട്ട് ആടിയുലഞ്ഞു. ആസന്നമായിരിക്കുന്ന ഒരു മഹാദുരന്തത്തെ ഓർമ്മപ്പെടുത്തുന്നത് പോലെയാണ് പ്രകൃതി പെരുമാറിയത്. മിമ ആകെ പരിഭ്രമത്തിലായി. അവളുടെ ഹൃദയം അതിശക്തിയായി മിടിക്കാൻ തുടങ്ങി. ഗോപുരമുറിയിൽ നിന്നും ഗോവണിപ്പടിയിലേക്ക് കയറുമ്പോൾ അനുഭവപ്പെട്ട ആന്തരിക ക്ഷോഭത്തിൽ നിന്നും അവൾ ഇപ്പോഴും മുക്തി നേടിയിട്ടില്ലായിരുന്നു. ആ മുറിയിൽ അലയടിച്ചിരുന്ന വെളിച്ചത്തിൻ്റെ ശക്തിയിൽ മിസ്റ്റർ കാസ്വാളിൻ്റെ മുഖത്ത് മിന്നിമറഞ്ഞിരുന്ന വിവിധ ഭാവങ്ങൾ അവൾ ശ്രദ്ധിച്ചിരുന്നതാണ്. ഇപ്പോഴാകട്ടെ അയാളുടെ കട്ടിപ്പുരുകങ്ങൾക്ക് താഴെ ആ കണ്ണുകൾ ഇന്ദ്രനീല കല്ലുകൾ പോലെ വെട്ടിത്തിളങ്ങുന്നു. അതിനൊരു പൈശാചിക ഭാവം തന്നെ കൈവന്നിരിക്കുന്നു. താനിപ്പോൾ നിൽക്കുന്നത് അപകടകരമായ ഒരു സ്ഥലത്താണെന്ന ബോധം അവൾക്കുണ്ടായിരുന്നു. ഏകാന്തതയും ഭീകരതയും ഒത്തുചേർന്ന ഒരു സ്ഥലത്താണ് താൻ എത്തപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ തനിക്കൊട്ടും അനുകൂലമല്ല. അതുകൊണ്ട് തന്നെ തൻ്റെ കൈവശമുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാൻ പര്യാപ്തമെന്നവണ്ണം താൻ തയ്യാറെടുത്ത് നിൽക്കേണ്ടിയിരിക്കുന്നുവെന്നും അവൾക്ക് ബോധ്യപ്പെട്ടു. ഇരുൾ മൂടിക്കിടന്നിരുന്ന ആകാശം ഇപ്പോൾ തെളിഞ്ഞു തുടങ്ങി. ഇത് വ്യക്തമാക്കുന്നത് ആകാശത്തിൻ്റെ ഏതോ കോണിൽ ഇടിമിന്നൽ ഇപ്പോഴും ശക്തമായി തുടരുന്നുവെന്ന് തന്നെയാണ്. അതുമല്ലെങ്കിൽ മേഘവാളികളിൽ ഉരുണ്ടുകൂടിയ ഊർജം പ്രകാശമായി പരിണമിക്കുന്നതുമാവാം. പ്രകൃതിയുടെ ഈ വക മാറ്റം മറിച്ചിലുകളുടെ ആഘാതം ഒരേ സമയം മിമയെയും എഡ്ഗാർ കാസ്വാളിനെയും ബാധിക്കുന്നുണ്ടായിരുന്നു. മിമയേക്കാൾ കൂടുതൽ അതിൻ്റെ സ്വാധീനത്തിന് വിധേയനായത് എഡ്ഗാർ കാസ്വാൾ തന്നെയായിരുന്നു. അയാളുടെ ഉന്മാദാവസ്ഥയും ഭ്രാന്തമായ ചേഷ്ടകളും അതിരുകടക്കാൻ തുടങ്ങിയിരുന്നു. കാസ്വാൾ അടിമുടി മാറുകയാണ്. എല്ലാ നിയന്ത്രണങ്ങളും ചോർന്നുപോയതിനാൽ എന്തും ചെയ്യാൻ മടി കാണിക്കാത്ത വിധം ഭ്രാന്തമായൊരവസ്ഥയിലായിരുന്നു അയാൾ. മിമയാകട്ടെ അയാളിൽ നിന്നും എങ്ങനെ പെട്ടെന്ന് രക്ഷപ്പെടാനാവുമെന്ന ചിന്തയിൽ ഗോപുരത്തിൻ്റെ മുകളിലെ കല്ലുപാകിയ തറയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ഇപ്പോൾ അവൾ കാസ്വാളിൻ്റെ കൈപ്പിടിക്കും അപ്പുറത്ത് ഒരു സുരക്ഷിത ഇടത്തിലായിരുന്നു. കാസ്വാളിൽ നിന്നും പെട്ടെന്ന് ഒളിഞ്ഞിരിക്കാനുള്ള ഒരിടം അവൾ ഇതിനോടകം കണ്ടെത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ അവൾ ഒളിച്ചിരിക്കാൻ കണ്ടെത്തിയ ആ സ്ഥലത്തിനും അധികം അകലെയല്ലാതെയാണ് ലേഡി ആരബെല്ല ഒളിച്ചിരിക്കുന്നതെന്ന കാര്യം അവൾക്കറിയില്ലായിരുന്നു. ഗോപുരമേൽക്കൂരയിൽ ഇപ്പോൾ മിസ്റ്റർ കാസ്വാൾ തനിച്ചായി. എല്ലാ അർത്ഥത്തിലും തൻ്റെ യജമാനൻ താൻ തന്നെയാണെന്ന് അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ജീവിത ചിന്തകൾ അയാളെ കൊണ്ടുചെന്നെത്തിച്ചത് ഉന്മാദത്തിൻ്റെ അത്യുന്നതങ്ങളിലേക്കാണ്. തൻ്റെ കൺമുന്നിൽ നിന്നും അവൾ മറഞ്ഞുവെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും തനിക്ക് എത്തിപ്പിടിക്കാനാവും വിധം അവൾ അടുത്തു തന്നെ ഉണ്ടെന്ന ബോധം അയാളെ മത്തുപിടിപ്പിച്ചു. ഗോപുരമുകളിൽ ശൂന്യമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് അയാൾ ആരോടെന്നില്ലാതെ ഉറക്കെ സംസാരിക്കാൻ തുടങ്ങി. അയാളുടെ ശബ്ദം 100 ഇരട്ടിയായി അയാളിലേക്ക് തന്നെ തിരിച്ചെത്തുന്നത് പോലെ അനുഭവപ്പെട്ടു. അത് അയാളെ വീണ്ടും ഉന്മാദത്തിലേക്ക് വലിച്ചു കൊണ്ടുപോയി. പ്രകൃതി പോലും അയാളുടെ ഉന്മാദാവസ്ഥയെ അകമഴിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് അനുഭവപ്പെട്ടത്. അത് കണ്ടപ്പോൾ അയാൾക്ക് തോന്നിയത് ഈ പ്രകൃതിയും അതിലെ സകല ചരാചരങ്ങളും ഇപ്പോൾ തൻ്റെ കാൽക്കീഴിലാണെന്നായിരുന്നു. കാസ്വാളിൻ്റെ ഭ്രാന്തമായ ചിന്തകൾ അതിൻ്റെ പാരമ്യത്തിലേക്കെത്തി. ഇപ്പോൾ അയാൾ ചിന്തിക്കുന്നത് താൻ തന്നെയാണ് ഈ സൃഷ്ടിയുടെയെല്ലാം പിതാവെന്നാണ്. താൻ തന്നെയാണ് ദൈവമെന്നും അയാൾ വിശ്വസിക്കാൻ ശ്രമിച്ചു. തൻ്റെ ഓരോ പ്രവൃത്തികളും ഈശ്വരനിശ്ചയമാണെന്ന് അയാൾ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു. മിമയെ തൻ്റെ കൺവെട്ടത്ത് കാണാതിരുന്നതിനാൽ അരിശമൊത്ത് അയാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, നീ എന്നിലേക്ക് കൂടുതൽ അടുത്തു നിൽക്കുക. അപ്പോൾ മാത്രമേ നീ ഇക്കാലമത്രയും അവജ്ഞയോടെ നോക്കിക്കണ്ടത് ആരെയാണെന്ന് നിനക്ക് ബോധ്യമാകൂ. നീ ഏറ്റുമുട്ടാൻ തയ്യാറായിരിക്കുന്നത് ആരോടാണെന്ന കാര്യം നിനക്ക് ബോധ്യപ്പെടാൻ പോവുകയാണ്. നീ കൺതുറന്ന് കാണുന്ന ഈ പ്രകൃതി മുഴുവനും എൻ്റെ മാത്രം സ്വന്തമാണ്. ഇരുളും വെളിച്ചവും എല്ലാം എൻ്റെ മാത്രം നിയന്ത്രണത്തിലാണ്. നിനക്ക് ചിന്തിക്കാനാവുന്നതിലും എത്രയോ ഉയരത്തിലാണ് എൻ്റെ സ്ഥാനമെന്ന് നിനക്ക് അപ്പോൾ ബോധ്യമാകും. എല്ലാ തിന്മകളുടെയും നേതാവായിരുന്നവൻ ക്രിസ്തുദേവനെ ഒരു ഉയർന്ന കുന്നിൻ പ്രദേശത്തേക്ക് ആനയിക്കുകയും അതിൻ്റെ ഉയരത്തിൽ നിന്നുകൊണ്ട് ഈ കാണുന്ന പ്രകൃതി മുഴുവനും തൻ്റേതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തപ്പോൾ തിന്മയുടെ നേതാവ് ചിന്തിച്ചത് അങ്ങനെ പ്രഖ്യാപിക്കാൻ ഇനി ആരും ഉണ്ടാകില്ലെന്നാണ്. എന്നാൽ അവന് തെറ്റുപറ്റിയിരിക്കുന്നു. അവൻ എന്നെക്കുറിച്ചപ്പോൾ ഓർത്തിരുന്നില്ല. നീ കണ്ണു തുറന്നു നോക്കുക. ഒരു വിരൽത്തുമ്പ് കൊണ്ട് തന്നെ ഞാൻ സൃഷ്ടിക്കുന്ന പ്രഭാപുരം കൺതുറന്ന് കാണുക. അത് ആകാശത്തിൻ്റെ അനന്തമായ അതിരുകളിലേക്ക് പ്രവഹിക്കുകയാണ്. ഭീമാകാരമായ പട്ടത്തിൻ്റെ റണ്ണറുകൾ ചരടിലൂടെ മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിക്കുന്നതിലേക്ക് കണ്ണോടിച്ചുകൊണ്ടാണ് മിസ്റ്റർ കാസ്വാൾ തൻ്റെ ഭ്രാന്തമായ ജൽപ്പനങ്ങൾ നടത്തിയത്.
ഇതെല്ലാം കണ്ടും കേട്ടും ഒന്ന് ഉരിയാടാൻ പോലും ആകാതെ മിമ ഒരു സ്തംഭം കണക്കെ നിന്നുപോയി. താൻ ഇതുവരെയും സംഭരിച്ചു വെച്ചിരുന്ന കരുത്ത് മുഴുവനും ചോർന്നൊലിക്കുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ലേഡി ആരബല്ല തൻ്റെ ഒളിയിടത്തിൽ ഭയന്നു വിറച്ചുകൊണ്ട് കഴിഞ്ഞുകൂടി. ഭീമൻ പട്ടത്തിലേക്കുള്ള റണ്ണറുകൾ കയറിയിറങ്ങുന്നതിനായി സ്ഥാപിച്ചിരുന്ന ദ്വാരത്തിൽ നിന്നും കാസ്വാൾ ഒരു തടിപ്പെട്ടി പുറത്തേക്ക് വലിച്ചെടുത്തു. ഈ സമയത്ത് തന്നെ ഏതോ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നതിൻ്റെ ശബ്ദവും ഉയർന്നു വന്നു. ആ ശബ്ദം അതുവരെയുണ്ടായിരുന്ന നിശബ്ദതയെ ഇല്ലാതാക്കി. കൂറ്റൻ പെട്ടിയുടെ ഒരു വശത്തുണ്ടായിരുന്ന നീളമുള്ള എന്തോ ഒരു വസ്തു ശക്തിയായി കാറ്റിൽ ആടിക്കളിച്ചിരുന്നതിനാൽ അതിൻ്റെ ഹുങ്കാര ശബ്ദവും ഉയർന്നു കേട്ടു. ആ തടിപ്പെട്ടി ഭീമൻ പട്ടത്തെ ബന്ധിച്ചിരുന്ന ചരടിലൂടെ ആയാസപ്പെട്ട് മുകളിലേക്ക് വലിഞ്ഞു കയറാൻ തുടങ്ങി. അത്ഭുതത്തോടു കൂടിയാണ് ഈ കാഴ്ച മിമ കണ്ടു നിന്നത്. ആ പെട്ടി പട്ടത്തെ സമീപിക്കും തോറും 8 ദിക്കുകളും മുഴങ്ങുമാറ് ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടാവുകയും പെട്ടിയിൽ അസാധാരണമായ ഒരു പ്രകാശവലയം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ ചരടിൽ കെട്ടിയിരുന്ന റിബണിലൂടെ ഒരു തീജ്വാല പ്രവഹിച്ചു. അതിൻ്റെ പ്രഭയിൽ അങ്ങ് അകലെയുള്ള ഗ്രാമം പോലും വെട്ടിത്തിളങ്ങി. ആ വെള്ളി വെളിച്ചം ഏതാനും നിമിഷ നേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീണ്ടും അവിടെ ആകെ അന്ധകാരം വ്യാപിച്ചു. തടിപ്പെട്ടിയിലെ യന്ത്ര സംവിധാനത്തിൻ്റെ സഹായത്തോടെ പട്ടത്തിൽ കത്തിച്ച ഒരു മഗ്നീഷ്യം വിളക്കിൻ്റെ പ്രഭയാണ് നാം കണ്ടത്. ഇതോടുകൂടി കാസ്വാളിൻ്റെ ഭ്രാന്തമായ ചിന്തകൾ അതിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് കടന്നു. താൻ ആകാശത്തിൻ്റെ അടരുകളിൽ സൃഷ്ടിച്ച ദീപപ്രഭ കാണാനിടയായപ്പോൾ മുതൽ അയാൾ അലറി വിളിക്കുകയും അട്ടഹസിച്ചുകൊണ്ട് ആനന്ദ നൃത്തം ചവിട്ടുകയും ചെയ്തു. അക്കാഴ്ച തികച്ചും രസകരമായ ഒന്നായിരുന്നു. ഇരട്ട വ്യക്തിത്വത്തിനുടമയായിരുന്ന ലേഡി ആരബെല്ലയെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചകൾ സഹിക്കാവുന്നതിലും അപ്പുറത്തായിരുന്നു. ആ കാഴ്ചകളാകട്ടെ അവരിൽ ഉറഞ്ഞുകൂടിക്കിടന്നിരുന്ന പൈശാചികതയെ തൊട്ടുണർത്തി. മിസ്റ്റർ കാസ്വാളിനെ വിവാഹം ചെയ്യുകയെന്ന തൻ്റെ ജന്മദൗത്യം ആ നിമിഷത്തിൽ തന്നെ ലേഡി ആരബെല്ല ഉപേക്ഷിച്ചു. അവർ പ്രതികാരദാഹത്താൽ വിറകൊള്ളാൻ തുടങ്ങി. മുഴുഭ്രാന്തനായ മനുഷ്യനെ ഏതുവിധേനയും ഡയാനാസ് ഗ്രോവിലെ പാതാള കിണറിന് സമീപത്തേക്ക് എത്തിക്കണമെന്ന് തന്നെ ആരബെല്ല ഉറപ്പിച്ചു. എന്നാൽ അക്കാര്യം എങ്ങനെ നടപ്പിലാക്കാനാവും എന്നതിനെക്കുറിച്ച് എത്ര ആലോചിച്ചിട്ടും അവർക്കൊരെത്തും പിടിയും കിട്ടിയില്ല. അവർ പ്രതീക്ഷയുടെ ചുറ്റിനും കണ്ണോടിച്ചു. പെട്ടെന്ന് തന്നെ അതിനുള്ള വഴിയും അവർ കണ്ടെത്തി. ഈ സമയത്തും കാസ്വാളിൻ്റെ ശ്രദ്ധ മുഴുവനും തൻ്റെ സൃഷ്ടിയായ ഭീമൻ പട്ടത്തിലായിരുന്നു. മിമയെ അമ്പരപ്പിക്കുന്നതിനുള്ള പരിശ്രമത്തിലായിരുന്നു അയാൾ മുഴുകിയിരുന്നത്. ലേഡി ആരബെല്ല ഇരുളിലൂടെ പതുങ്ങി നടന്ന പട്ടത്തെ നിയന്ത്രിച്ചിരുന്ന കട്ടിച്ചരട് കയ്യിലെടുത്തു. തുടർന്ന് ആ ചരട് അനായാസം അയച്ചു കൊടുത്തുകൊണ്ട് പട്ടത്തിൻ്റെ നിയന്ത്രണം കൈക്കലാക്കി. അവിടെ നിന്നും ഗോപുരമുകളിലെ കിളിവാതിലൂടെ അവർ പുറത്തേക്കിറങ്ങി. വാതിലുകൾ ഭദ്രമായി അടച്ച് ബന്ധിച്ചതിന് ശേഷം ഇടനാഴിയിലേക്ക് നടന്നു. പിന്നീട് ഗോപുരമുറിയിലെ സ്വീകരണ സ്ഥലത്ത് നിന്നുകൊണ്ട് പട്ടത്തിൻ്റെ ചരടുകൾ പിന്നെയും അയച്ചു കൊടുത്തിട്ട് തിടുക്കത്തിൽ ഗ്രാമപാതയിലേക്ക് കടന്നു. അവർ ഡയാനാസ് ഗ്രോവിൻ്റെ ഗേറ്റുകൾ വലിച്ചു തുറന്ന് അകത്തേക്ക് പ്രവേശിച്ചു. മരണക്കിണറിലേക്കുള്ള ഇരുമ്പുവാതിലുകൾ തള്ളി തുറക്കുന്നതിന് അവർക്ക് വലിയ പ്രയാസമുണ്ടായില്ല. ഈ വക പ്രവർത്തികൾ തൻ്റെ ബുദ്ധിവൈഭവം കൊണ്ടാണ് ചെയ്യാനായതെന്നോർത്ത് അവർ സ്വയം അഭിമാനിച്ചു. തൻ്റെ എല്ലാ പദ്ധതികളും അതിൻ്റെ വിജയത്തിലേക്കാണ് എത്തുന്നതെന്ന് ഓർത്തപ്പോൾ അവർക്ക് അടക്കാനാവാത്ത സന്തോഷം തോന്നി. കൊട്ടാരത്തിൻ്റെ നാഥനായ മിസ്റ്റർ കാസ്വാൾ ഇപ്പോൾ തൻ്റെ കൈപ്പിടിയിലാണ്. തൻ്റെ സ്വപ്നങ്ങൾക്ക് തടസ്സം നിന്നിരുന്ന ലില്ല വാട്ട്ഫോർഡ് ഇന്ന് ഈ ലോകത്ത് പോലുമില്ല. ഇപ്പോൾ എല്ലാം തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് തന്നെയാണ് നടക്കുന്നത്. ഇനി അല്പനേരം വിശ്രമം ആവശ്യമാണ്. ലേഡി ആരബെല്ല തൻ്റെ ഉടുവസ്ത്രങ്ങളെല്ലാം വലിച്ചു കീറി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. പൂർണ്ണനഗ്നിയായ അവർ വെണ്ണക്കൽ പ്രതിമ പോലെയുള്ള തൻ്റെ ശരീരത്തിലേക്ക് പലവുരു നോക്കി. തൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്ത് അവർ അഭിമാനിച്ചു. പക അവരുടെ ശരീരത്തെ വരിഞ്ഞു മുറുക്കി. എഡ്ഗാർ കാസ്വാളിൻ്റെ രക്തം ആവേശത്തോടെ ഊറ്റിക്കുടിക്കുന്നതും ആലോചിച്ചുകൊണ്ട് അവർ അവിടെ കിടന്നു. തൻ്റെ ഇരയുടെ വരവും കാത്ത് അവർ സോഫയിൽ കിടന്നിരുന്നത് ശാന്ത സ്വഭാവം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു.